നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ പ്രചാരണം നേടിയ MEG7 പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ രൂപമോ? ഒരു വ്യായാമ കൂട്ടായ്മ എന്ന പേരിലാണ് കേരളത്തിൽ MEG7 വേരുപിടിച്ചത്. ഇപ്പോഴിതാ MEG7-നെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി CPM-ഉം സമസ്തയുടെ AP വിഭാഗവും രംഗത്തെത്തി. ജമാഅത്ത് ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു വകഭേദമാണ് MEG7 എന്നവർ ആരോപിക്കുന്നു. സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത്. സമസ്ത നേതാക്കളുടെ മുന്നറിയിപ്പ് ശക്തമാണ്. MEG7 പിന്നിൽ നിരോധിത പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ നേതാക്കളാണ് എന്ന് സമസ്ത പറയുന്നു. ശക്തമായ ആരോപണങ്ങളോടെ CPM-ഉം കളത്തിലിറങ്ങി. MEG7 പിന്നിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന് CPM ആരോപണമുന്നയിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന് 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വ്യായാമ പദ്ധതി. ഇങ്ങനെയാണ് MEG7 വലിയ പ്രചരണം ഉണ്ടാക്കിയെടുത്തത്. മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സലാഹുദ്ദീനാണ് ഇതിൻ്റെ സ്ഥാപകൻ. 2022 ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ മലബാറിൽ 2 വർഷത്തിനിടയിൽ 1000-ഓളം യൂണിറ്റുകളായി ഇത് വളർന്നു. വലിയ സ്വീകാര്യതയാണ് ഇതിന് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്നത്. എന്നാൽ MEG7 മറവിൽ വീണ്ടും പോപ്പുലർ ഫ്രണ്ട് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന ആരോപണം ശക്തമാകുന്നു. ഇതിനെ തുടർന്ന് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. മുഖ്യ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനാണ്. MEG7 പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. MEG7 വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായി മനസ്സിലായി. ചുരുക്കത്തിൽ MEG7 പിന്നിൽ ചതിയുണ്ടെന്നും വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത് എന്നും AP വിഭാഗം സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുന്നറിയിപ്പ് നൽകി. സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. MEG7 പ്രവർത്തനങ്ങൾ ഏറെ സംശയാസ്പദമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ NDF കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും സമാന രീതിയായിരുന്നു അവർ പിന്തുടർന്നത്. മുസ്ലിം മേഖലയിലാണ് ഇപ്പോൾ MEG7 പടർന്നു പിടിക്കുന്നത്. മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത്. എന്താണ് ഇവരുടെ സമുദായ താല്പര്യമെന്ന് വ്യക്തമാക്കണമെന്ന് AP വിഭാഗം പറയുന്നു. ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ജനത ഇത്തരമൊരു മുദ്രാവാക്യത്തിലൂടെയാണ് MEG7 എന്ന വ്യായാമ മുറയ്ക്ക് രൂപകൽപ്പന നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല വിദേശങ്ങളിലും ഹിറ്റായി മാറിയിരിക്കുന്നു ഈ വ്യായാമ മുറ. എന്നാൽ വ്യായാമ പദ്ധതിയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ടിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ ഇവിടെ നടക്കുന്നത്? എല്ലാവർക്കും ഒരേ വേഷം, ഒരേ ചലനം, യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെടെ 7 വിഭാഗങ്ങളിലെ 21 തരം വ്യായാമങ്ങൾ. ഈ പരിശീലന പദ്ധതി ഏറെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ സലാഹുദ്ദീൻ സതുദ്ദേശത്തോടെയാവാം ഇത്തരമൊരു വ്യായാമ പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ മൗലികവാദികൾ ഇത് ഹൈജാക്ക് ചെയ്തുവെന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. MEG7 കുറിച്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നുവെന്ന് CPM കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രസ്താവന വ്യക്തമാണ്. ഇപ്പോൾ ഒരു പുതിയ നീക്കമുണ്ട്. കണ്ണൂരിലുണ്ടോ എന്നറിയില്ല. വ്യായാമമുറ എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് പരിശീലനം നടത്തുന്നു. ചില സഖാക്കളാണ് ഇത് സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞത്. ഇതനുസരിച്ച് കക്കോടി, ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ കാര്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് അഡ്മിന്മാർ പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ഇവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. 10 പൈസ ഫീസില്ല. ആദ്യം 1-2 പേർ പരിശീലനം നൽകാനായി വരും. പിന്നീട് കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇത് ചെയ്താൽ മതി. ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്ര വാദത്തിനായുള്ള പരിവേഷമുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ചതിയിൽ സുന്നി വിശ്വാസികൾ ഇവരുടെ കെടിയിൽ പെട്ടുപോകരുത് എന്ന് സഖാഫി ഉൾപ്പെടെയുള്ളവർ പറയുന്നു. MEG7 ദുരൂഹമെന്നാണ് സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂരും പറയുന്നത്. സ്ത്രീകളുടെ അന്തസ്സിനെ പൂർണ്ണമായി ഹനിക്കുന്നതാണ് ഈ വ്യായാമ മുറ. കാന്തപുരം സുന്നി വിഭാഗം ശക്തമായി ഈ വ്യായാമ മുറയ്ക്കെതിരെ കളത്തിലിറങ്ങി. വ്യായാമത്തിന്റെ പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് സ്ത്രീകളെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചിഴക്കുകയാണ് അവർ ചെയ്യുന്നത് എന്ന് SYS ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം പറയുന്നു. NDF കേരളത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇതുപോലെ കളരിയും വ്യായാമവും ഉപാധിയാക്കി യുവാക്കളെ ആകർഷിച്ചായിരുന്നുവെന്ന് മുഹമ്മദ് അലി കിനാലൂർ ആരോപണമുന്നയിച്ചു. 2012 ജൂലൈയിൽ തുറക്കലിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്നാണ് MEG7
തുടക്ക സമയത്ത് അവർ വിശേഷിപ്പിച്ചത്. എയറോബിക്സ്, ലളിത വ്യായാമം, യോഗ, ആഴത്തിലുള്ള ശ്വസനം, അക്യുപ്രഷർ, ധ്യാനം, ഫേസ് മസാജ് എന്നീ 7 ഇനങ്ങളെയാണ് പേര് സൂചിപ്പിക്കുന്നത്. 7 വിഭാഗങ്ങളിൽ 21 ഇനം വ്യായാമ മുറകൾ. നേരത്തെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച മത മൗലിക സംഘടന നാദാപുരം ഡിഫൻസ് ഫോഴ്സൊക്കെ സമാന തലങ്ങളിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നും വിമർശകർ പറയുന്നു. ഏറെക്കുറെ സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന മലബാർ മേഖല വീണ്ടും കലുഷിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു കൂട്ടരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആരോപണങ്ങളെല്ലാം മെക്സവൻ അംബാസിഡർ ബാബ അറക്കൽ നിഷേധിക്കുന്നു. സതുദ്ദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തത്. വളരെ എളുപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നതാണ് ഈ പദ്ധതി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും മതങ്ങളിലുള്ളവരും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മെക്സവൻ വിശദീകരിക്കുന്നു. മെക്സവനെതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഇതിനകം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. മറ്റേതെങ്കിലും രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ വീണ്ടും കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ ഇത്തരം പദ്ധതികൾക്ക് പിന്നിൽ എന്ന സംശയവും ശക്തമാകുന്നു. കാന്തപുരം AP വിഭാഗമാണ് ഏറ്റവും ശക്തമായ വിമർശനങ്ങളോടെ കളം നിറയുന്നത്. മെക്സവനെ അതീവ ജാഗ്രതയോടെ നോക്കിക്കാണണമെന്ന് കാന്തപുരം ഉൾപ്പെടെയുള്ളവർ വിളിച്ചു പറയുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു സംസ്ഥാന ഭരണകൂടം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.